മന്ത്രിമാരടക്കം ആഘോഷിച്ച ഒരു പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ വന്നു. സൂംബ ഡാൻസ് പദ്ധതിയെ പക്ഷേ വിമർശിച്ചുകൊണ്ട് വിസ്ഡം ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ടി.കെ. അഷ്റഫ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഒരു കത്തും വിദ്യാഭ്യാസ വകുപ്പ് അയച്ചിട്ടുണ്ട്. അതും 24 മണിക്കൂറിനകം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സ്കൂളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിട്ടു നിൽക്കുന്നു എന്ന നിലപാട് ടി.കെ. അഷ്റഫ് സ്വീകരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും ടി.കെ. അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്ട് PKM UPS എടത്തനാട്ടുകരയിൽ ഒരു അധ്യാപകനാണ് അഷ്റഫ്. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിയിൽ നിന്ന് അധ്യാപകൻ എന്ന നിലയിൽ താൻ വിട്ടുനിൽക്കുന്നു എന്നും തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുമായിരുന്നു ടി.കെ. അഷ്റഫ് വ്യക്തമാക്കിയത്. ഇതെല്ലാം കുറിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് അന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് കത്തിച്ച തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാകെ വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിലും. സ്കൂളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സൂംബ ഡാൻസ് പദ്ധതി കൊണ്ടുവന്നത്. അപ്പം ഇതിനെതിരെ നേരത്തെ ടി.കെ. അഷ്റഫ് രംഗത്തെത്തിയിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നൃത്തം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മാത്രവുമല്ല, ലഹരി ഉപയോഗത്തിന്റെ വേരുകൾ കണ്ടെത്തി നശിപ്പിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ നടപടികൾക്ക് ലഹരി ഉപയോഗം അവസാനിപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം നേരത്തെ നിലപാടെടുത്തിരുന്നു. ആ പോസ്റ്റിനോടുകൂടി വ്യായാമങ്ങൾ എന്നുള്ള ലഘുവ്യായാമങ്ങളും സൂംബ ഡാൻസുമാണ് വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നത്. ആ കത്തടക്കം വെച്ചാണ് പോസ്റ്റ് വന്നിരുന്നത്. അപ്പം ലഘുവ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ കായിക മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കായിക അധ്യാപന പോസ്റ്റും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു അന്ന്. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല, ഇന്നും അത് എരിയുന്നുണ്ട്. മക്കളെ പൊതുവിദ്യാലയത്തിൽ അയക്കുന്നത് ഗുണത്തിലേറെ ദോഷം എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റിനെ പലരും കണ്ടത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള പരാമർശങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന പരാമർശങ്ങളുമാണ് അതിൽ നിലനിന്നിരുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിപ്പിക്കാനല്ല ഈ വിദ്യാഭ്യാസം എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ അന്നും പറഞ്ഞതാണ് ഈ വിഷയം. അതായത് അല്പവസ്ത്രമല്ല, നമ്മൾ ഒരു വിദ്യാലയങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു രീതി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പല വിദ്യാലയങ്ങളും അത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ കാണുന്നതിലൊന്നും അല്പവസ്ത്രമല്ല. അധ്യാപകരും അവരോടൊപ്പം ഇടകലർന്ന് ആ നൃത്തത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള മാനസിക അടുപ്പം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതായത് എല്ലാവരും ഒരേ നിലയിൽ എന്നുള്ള തോന്നൽ കുട്ടികൾക്ക് വരാനും അവരുടെ ഉള്ളിലെ മാനസിക സംഘർഷം കുറയ്ക്കാനുമാണ് ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത്. ഇതിന് പിന്നിൽ വല്ല പഠിപ്പും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ റിസർച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ ഇത്തരക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ടി.കെ. അഷ്റഫ് പറയുന്നത് ഇത്തരം പരിപാടികൾ പുരോഗമനമായി കാണുന്നവരുണ്ടാകും, എന്നാൽ ഇക്കാര്യത്തിൽ താൻ പ്രാകൃതനാണെന്ന്. അതായത് ചിന്ത കൊണ്ടും നിലപാട് കൊണ്ടും പ്രാകൃതനായിട്ട് തന്നെ അദ്ദേഹത്തിനെ തന്നെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണത്. അദ്ദേഹം ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് സ്കൂളുകളിൽ ലഘുവ്യായാമങ്ങളും സൂംബ ഡാൻസും സംഘടിപ്പിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്ന ഉത്തരവ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ അത് സഹിതം പലരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കാനാണ് ശ്രമിച്ചത്. അപ്പം എന്തായാലും അങ്ങോട്ട് പണി കൊടുക്കാൻ നോക്കിയ ടി.കെ. അഷ്റഫിന് ഇങ്ങോട്ട് പണി കൊടുത്തിട്ടുണ്ടോ വിദ്യാഭ്യാസ വകുപ്പ്? എന്തായാലും അന്വേഷണം പുരോഗമിക്കും. ചെറിയ വിദ്യാർത്ഥികളാണ്, കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കിടയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പല രീതിയിൽ അല്പവസ്ത്രം, ഇടകലർന്നിരിക്കുക, ചിലപ്പോൾ അവർ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർ എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിദ്വേഷമുള്ള അല്ലെങ്കിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വാക്കുകൾ ചർച്ച ചെയ്യണം, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എന്തായാലും ടി.കെ. അഷ്റഫിനുള്ള പണി പിന്നാലെ വരുന്നുണ്ട്.